മാർക്കോ പോലെ ഇത്ര വയലൻസ് ഉള്ള സിനിമകളെ പ്രോത്സാഹിപ്പിക്കരുത്. യുവതലമുറ വഴിതെറ്റും. എന്നിട്ട് നീ ആദ്യ ദിവസം തന്നെ കണ്ടില്ലേ? അത് പിന്നെ കണ്ടപ്പോഴല്ലേ ഇത്രയും പ്രശ്നമാണെന്ന് മനസ്സിലായത്. ഈ ഫിലിം റിവ്യൂ പറയണമാരെ പോലെ കാണാതെ അഭിപ്രായം പറയാൻ പറ്റിയല്ലോ. ശരി, സമ്മതിച്ചു. നീ ഇന്നലെ രണ്ടാമത് സിനിമ കാണാൻ പോയല്ലോ, അതെന്തിനാ? ഞാൻ അറിയാലെന്ന് വിചാരിച്ചോ? അത് പിന്നെ എനിക്ക് സിനിമ ആദ്യം കണ്ടപ്പോൾ തോന്നിയ അഭിപ്രായം ശരിയാണോ എന്ന് സ്ഥിരീകരിക്കാൻ. മതി മതി മതി, ഉരുളണ്ട. ഉപദേശിക്കുന്നവര് ആദ്യം മാതൃക കാണിക്കണം. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ന്യൂ ഇയർ ആണ് വരുന്നത്. നമ്മുടെ ക്ലബിലെ എല്ലാ അംഗങ്ങളും പുതുവർഷത്തിൽ മാതൃകയായിരിക്കണമെന്നാണ് കമ്മിറ്റി തീരുമാനം. കമ്മിറ്റിയോ? അതിന് ക്ലബിൽ ഇപ്പൊ നിലവിൽ എത്ര പേരുണ്ട്? നമ്മൾ രണ്ടും, പിന്നെ വാസു. പിന്നെ ഏത് കമ്മിറ്റി? ഞാനറിയാതെ. പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ തീരുമാനം. എന്തേലും ആവട്ടെ, 1-ാം തീയതി മുതലല്ലേ, ആലോചിക്കാം. ഈ നിമിഷം മുതൽ ലഹരിയോട് ഗുഡ് ബൈ പറയണം. ഇതൊന്നും വച്ച് താമസിപ്പിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇന്നു മുതൽ മദ്യവിരുദ്ധനാണ്. വാ, നമുക്ക് ആ വാസുവിനെ കൂടി ഉപദേശം നന്നാക്കാം. രണ്ടെണ്ണം അടിച്ചിരുന്നെങ്കിൽ ഉപദേശിക്കാൻ ഒരു ഉഷാർ വന്നേനെ. ഞാൻ എന്തായാലും ഒന്ന് ക്ലബിന് ലീവ് അടിക്കണം. എനിക്ക് ആ സുമേഷിനെ ഒന്ന് കാണണം. സുമേഷാണോ സാധനം മേടിക്കാൻ പോയിക്കണം? ഹാഫോ ഫുള്ളോ? വലുതാ. എന്താ? വാസുവിന് ഉപദേശിച്ച് കഴിഞ്ഞിട്ട് ഞാനും ക്ലബിൽ നിന്ന് ലീവ് എടുക്കാം. നീ മാതൃകാപുരുഷൻ തന്നെ. ഈ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ വരുന്നതിന് മുമ്പ് ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്ത ലാലേട്ടന്റെ നരസിംഹമൊക്കെ കണ്ടത് അന്ന് സിനിമയിലേക്ക് ഐഡിയാണ്. ക്യൂ നിന്ന് ടിക്കറ്റ് എടുക്കാനെടുത്ത് അന്ന് ഞാനൊക്കെ ചെറുതാ. ഇപ്പോഴും കാര്യമായിട്ട് വളർന്നിട്ടൊന്നുമില്ല. വാസുല്ലേ പിന്നാമ്പുറത്തുണ്ട്. രാവിലെ മുതൽ ഗംഭീര ആലോചനയില്ല. വിറകുപേരുടെ അവിടെ കുരങ്ങൻ കിട്ട കാക്കാൻ പോലെ നിൽക്കുന്നു. എന്താ ഒരു മൂഡ് ഓഫ് പോലെ? എന്തോ പറയാനാ, കയ്യിലാണെ 10 പൈസ ഇല്ല. ഇന്ന് പച്ചയാ. അപ്പൊ ഇതിലും നല്ല അവസരം ഇനി വരാനില്ല. എന്തിന്? പുതുവർഷം പ്രമാണിച്ച് ക്ലബ് അംഗങ്ങളെല്ലാം ലഹരി ഉപേക്ഷിക്കാനാണല്ലോ തീരുമാനം. ആരുടെ തീരുമാനം? ഇന്നലെ രാത്രി നമ്മൾ ഒരുമിച്ചല്ലേ തീരുമാനിച്ചത്, മറന്നുപോയാ? എങ്ങനെ ഓർക്കാനാണ്, വെളിവുണ്ടായിട്ട് വേണ്ടേ? ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് അത്ര വെളിവേടുന്നില്ല. എല്ലാ ലഹരി ഉപേക്ഷിച്ചേക്കാം. അത് മതി. നമ്മൾ ജനങ്ങൾക്ക് മാതൃകയാണ്. എന്റെ പേരിലുള്ള സ്വത്തുക്കളെല്ലാം ഞാൻ പാവങ്ങൾക്ക് ദാനം ചെയ്യും. അതെന്തിനാ? മാതൃകയാണ്ടേ? അത്രയും വേണം. അതുപോലെ എന്റെ കണ്ണും കരളും കിഡ്നിയും എല്ലാ അവയവങ്ങളും ദാനം ചെയ്യണം. അതന്നെ, നീ ചാകാൻ പോയി? പിന്നെ അല്ലാതെ ഒരു പെഗ് പോലെ അടിക്കാതെ ജീവിച്ചിരുന്നിട്ടെന്തിനാണ്? ഇതെല്ലാം നിനക്കിപ്പോ ഒരു ആവേശത്തിന് പുറത്തു തോന്നുന്നതാ. സത്യം പറഞ്ഞാൽ ഇത്രയും കാലം നീ കുടിച്ചോളം കാശുണ്ടായിരുന്നെങ്കിൽ ഒരു ബെൻസ് കാർ മേടിക്കായിരുന്നു. എന്നിട്ട് നിന്റെ ബെൻസ് കാർ എന്താ കൊണ്ടുവരുന്നത്? പെട്രോൾ തീർന്നതാ. എന്നാ നീ നിന്റെ ഇഷ്ടം പോലെ. പക്ഷേ ഈ നാടിന് നഷ്ടപ്പെടുന്നത് നാളെ ലോകം അറിയേണ്ട ഒരു കലാകാരനെയാണ്. നീ ഒരു വലിയ സിനിമാ പിന്നണി ഗായകനാകുമെന്ന് ഞങ്ങൾ വെറുതെ സ്വപ്നം കണ്ടു. പോട്ടെ, നമ്മുടെ നാടിന് ഭാഗ്യമില്ല. ഇവന് ഷാപ്പിലെ ബെഞ്ചെടുത്ത് പാടാനാ വിധി. ഈ സിനിമയിലൊക്കെ പാടുക എന്ന് വെച്ചാൽ ഒരു പ്രയാസമില്ല. എത്ര വെറൈറ്റി പാട്ടുകാരാണ് ദിവസവും സിനിമയിൽ വരുന്നത്. ഒറ്റമായിരിക്കും അല്ലേ? ശ്രമിച്ചാ നടക്കും. എന്റെ ജീവിതം തളിച്ചത് നീയാണ്. നീ കാരണം എന്റെ ആരോഗ്യം പോയി. നീ എന്റെ കുടുംബം നശിപ്പിച്ചു. നീ കാരണം നാട്ടുകാർ മുഴുവൻ എന്റെ ശത്രുക്കളായി. നീയാണ് എന്റെ കാശ് മുഴുവൻ തൊളിച്ചത്, എന്നെ തെണ്ടിയാക്കിയത്. നീയാണെന്റെ. എന്താ എറിയല്ലേ? നീ നിരപരാധിയാണെന്ന് എനിക്കറിയാം. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. കാരണം ഞാനൊരു ഇന്ത്യക്കാരനാണ്. പട്ടിയുടെ വാല് കുഴലിലിട്ടാലേ കുഴലിൽ വളച്ചെടുക്കാന്നേ ഉള്ളൂ.